ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ബിരിയാണിയുടെ സൈഡായിട്ട് കിട്ടിയ അച്ചാറാട്ടോ ഇത്. അച്ചാർ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഓർത്തു ഇത് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ നാരങ്ങ വാങ്ങി, അതിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരി. ഇത് എണ്ണയാട്ടോ, നല്ലെണ്ണ, അതുപോലെ കടുക്, ഉലുവ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ എടുത്ത് സാവര ജംഗമ വസ്തുക്കളൊക്കെ എടുത്ത് സജ്ജീകരിച്ചു. പിന്നെ നാരങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 2-3-4 മിനിറ്റ് അങ്ങനെ ഇട്ടുകൊണ്ട് പതിയൊന്ന് വാട്ടിയെടുത്തു. പിന്നെ നമ്മൾ ഈത്തപ്പഴം എല്ലാം നല്ലപോലെ കുരു കളഞ്ഞ് എടുത്തു വെച്ചു. അതുപോലെ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി. എന്നിട്ട് ആ ഈത്തപ്പഴത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഈത്തപ്പഴവും വിനാഗിരിയും നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒരു 1/2 അവർ അത്ര നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ആ നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഉപ്പും നാരങ്ങ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നാരങ്ങയും നമുക്കൊരു അരമണിക്കൂർ വെച്ചേക്കാം. നാരങ്ങയിലേക്ക് ചെറുതായിട്ട് ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ എടുത്ത് വെക്കുന്നത്. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ഈത്തപ്പഴം ഒന്ന് കൈകൊണ്ട് ഉടച്ചു കൊടുത്തേക്കാട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ, നീളത്തിലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതിപ്പോൾ റൗണ്ടിലാണ് കട്ട് ചെയ്തത്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് എണ്ണ നല്ലപോലെ ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പം പിന്നെ കുറച്ച് ഉലുവ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് ഉലുവയും കടുകൊക്കെ മുരിഞ്ഞ് വന്നപ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേർന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ എണ്ണയിൽ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചേർന്ന കറിവേപ്പില ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുത്തേക്കാട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർക്കാട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. ഇത് കറക്റ്റ് പരുവത്തിൽ ആ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എരിവിനല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി മാത്രമാട്ടോ യൂസ് ചെയ്തത്. ഈ അച്ചാറിന് ചെറിയൊരു മധുരമുള്ള അച്ചാറാണ്, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി മാത്രമേ യൂസ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഉപ്പ് പുരട്ടി സോക്ക് ചെയ്യാൻ വെച്ച നാരങ്ങ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടച്ചു വെച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുരു കളഞ്ഞിട്ട് ഉടച്ചെടുത്ത ഈത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഈത്തപ്പഴത്തിൽ ഒന്ന് ആവി കയറി കഴിയുമ്പം ആ നാരങ്ങയും ഈത്തപ്പഴമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ, എന്നാലാണ് ആ അച്ചാറിന് അതിൻ്റേതായ ടേസ്റ്റ് വരുള്ളൂ. അത് നല്ലപോലെ ഉടച്ച് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ഒരു 3-4 സ്പൂൺ നമ്മുടെ മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സംഗതി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവാതെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. ബിരിയാണീൻ്റെ കൂടെ അടിപൊളിയായിട്ട്